ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് ആണ്. നെക്സ്റ്റ് ഏരിയ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സ്റ്റെപ്സ് ഒക്കെയാണ്. നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എത്രമാത്രം ഉണ്ട്, അവരത് കറക്റ്റ് ആയിട്ട് അത് ആക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അങ്ങനെ നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നുള്ളത് ഒരു കൺട്രോൾ ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിമായിട്ട് വരുന്നത് ടു ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തൊക്കെയാണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇനി നമ്മളുടെ ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഓർഗനൈസേഷനെ കുറെ സെന്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സെന്റർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ആ റെസ്പോൺസിബിലിറ്റിയുടെ ബേസിൽ നമുക്ക് ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിന്റെയും ടാർജറ്റ്, ഓരോ സെന്റേഴ്സും എത്രയാണ് എന്നുള്ളതിന്റെ ടാർജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഓരോ സെന്റേഴ്സും അവിടെയുള്ള ഓരോ മാനേജേഴ്സിന്റെ ടാർജറ്റ് എന്താണ്, അവരുടെ ഗോൾ എന്താണ്, അവരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻസ് നമുക്ക് അതനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിന്റെയും പെർഫോമൻസ് നമ്മൾ റിക്വയർഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ടോപ്പ് മാനേജ്മെന്റിനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും അവരുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് അവരുടെ പെർഫോമൻസും എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതാണ്. ആക്ച്വൽ പെർഫോമൻസ് നമ്മളിങ്ങനെ അവരുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസും തമ്മിൽ, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡും തമ്മിൽ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ വേരിയേഷൻസ്, ആ ചേഞ്ചസ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ അതും നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യണം. അതനുസരിച്ച് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ്, ദാറ്റ് മീൻസ് ടൈംലി ആക്ഷൻ നമ്മൾ നമ്മൾ എടുക്കേണ്ടതാണ്. ഫ്യൂച്ചറിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി സെന്റർ. റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത് നമ്മൾ കുറേ ഇൻപുട്ടുകളൊക്കെ അതിലേക്ക് വരുന്നതായിരിക്കും. അത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലുള്ള ഇൻപുട്ടുകളായിരിക്കും, മെറ്റീരിയൽ ആയിരിക്കും, ലേബർ ആയിരിക്കും, മറ്റുള്ള സർവീസസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ അവിടേക്ക് കൊണ്ടുവരുന്നു. വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സ്ഡ് അസറ്റ്സ് നമുക്ക് എത്രമാത്രം നമ്മൾ റിക്വയർ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഗുഡ്സിന്റെ ബേസിൽ. ചിലത് ടാഞ്ചിബിൾ ആയിരിക്കും, ചിലത് സർവീസസ് ആയിരിക്കും. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഗോ ഐദർ ടു അതർ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് വിതിൻ ദ കമ്പനി ഓർ ടു ഇൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഇങ്ങനെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയും മെഷർ ചെയ്യുന്നത്. എത്രമാത്രം ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ലേബർ, അവേഴ്സ്, മോണിറ്റർ, ഒരു മെറ്റീരിയൽസ്, ഇതൊക്കെ നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുണ്ട്, അതിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ അവിടെ വർക്ക് ചെയ്ത് നമുക്ക് കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് ഔട്ട്പുട്ട് എന്ന് പറയും. ദി ടോട്ടൽ ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് എന്തായിട്ട് മാറ്റം സംഭവിക്കുന്നത്, നമുക്ക് റവന്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ടിനെ നമ്മൾ കോസ്റ്റ് എന്നും പറയും, ഔട്ട്പുട്ടിനെ നമ്മൾ റവന്യൂ എന്ന് പറയുന്നതായിരിക്കും. ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം ടു മെഷർ കോസ്റ്റ് ആൻഡ് റവന്യൂ. ഇങ്ങനെ ഇൻകർ ചെയ്യുന്ന കോസ്റ്റും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റവന്യൂയും മെഷർ ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിമായിട്ട് വരുന്നത്. ഇനി ഇങ്ങനെയുള്ള സെന്റേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനിൽ പല സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണ് നമ്മൾക്ക് നോക്കാം. കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റർ ഉണ്ട്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓർ എക്സ്പെൻസ് സെന്റർ. പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന സെന്റർ ഉണ്ടായിരിക്കും, ദാറ്റ് മീൻസ് എ പ്രോഫിറ്റ് സെന്റർ. റവന്യൂ നമുക്ക് പലതരത്തിൽ പ്രോഫിറ്റ് കൂടാതെ പലതരത്തിൽ കിട്ടുന്ന സെന്റേഴ്സ് ഉണ്ടായിരിക്കും, റവന്യൂ സെന്റർ. നമ്മൾ ഫർദർ ആയിട്ടുള്ള റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സെന്റർ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. അതിന് എന്താണ് കോസ്റ്റ് ഓർ എക്സ്പെൻസ് സെന്റർ?
കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് നമുക്ക് മെറ്റീരിയലിൽ കോസ്റ്റ് വരും, ലേബറിൽ കോസ്റ്റ് വരും, അതർ ഏരിയാസിൽ കോസ്റ്റ് വരും. അതിനെയൊക്കെ നമുക്ക് ഒരു സെഗ്മെന്റ്, ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് ചെയ്യാം. ഓരോ മാനേജേഴ്സുമായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അവർക്കായിരിക്കണം ആ ഏരിയയിലുള്ള കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റിയും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ, ദാറ്റ് മീൻസ് റവന്യൂവിന്റെ റെസ്പോൺസിബിലിറ്റിയും വരുന്നത്. മുൻപ് പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആയിരിക്കും എന്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്നിരുന്നാലും കോസ്റ്റ് സെന്റർ മെഷർ ചെയ്യുന്നു. അവർക്ക് മാത്രം ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസസും അവർക്ക് മാത്രം ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റും മെഷർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആ സെന്ററിൽ മാത്രം കിട്ടുന്ന ഏൺ ചെയ്യുന്ന റവന്യൂവും എന്താണെന്ന് മെഷർ ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓർ എക്സ്പെൻസ് സെന്റർ. ഇങ്ങനെ ഉള്ള ആ സെന്ററിനെ അറിയപ്പെടുന്നതാണ് കോസ്റ്റ് ഓർ എക്സ്പെൻസ് സെന്റർ. ദി കോസ്റ്റ് സെന്ററിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സിന്റെ ബേസിലായിരിക്കും. ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക് കിട്ടുന്ന റവന്യൂവിന്റെ ബേസിലായിരിക്കും. പലതരത്തിലുള്ള കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്റേഴ്സ്. ജനറലി 2 ജനറൽ ടൈപ്സ് ഓഫ് എക്സ്പെൻസ് സെന്റേഴ്സ് ആണുള്ളത്. എഞ്ചിനീയർ പോയിന്റിലും ഡിസ്ക്രിഷണറി പോയിന്റിലുമുള്ള കോസ്റ്റ് സെന്റേഴ്സ്. എഞ്ചിനീയർ പോയിന്റിൽ വരുന്നത് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ അങ്ങനെയുള്ളതിനും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നതാണ് ഡിസ്ക്രിഷണറി എക്സ്പെൻസ് സെന്റേഴ്സ്. നിങ്ങളുടെ ബുക്കിൽ അത് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ഉണ്ട്, വായിച്ചു നോക്കിക്കോളൂ. കോസ്റ്റ് സെന്റേഴ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ, പ്രൊഡക്ഷൻ ഏരിയയിൽ കോസ്റ്റ് വരുന്നതായിരിക്കും. സർവീസ് ഏരിയയിൽ കോസ്റ്റ് വരുന്നതായിരിക്കും. ആക്സിലറി അനുബന്ധ സ്ഥാപനങ്ങളിൽ കോസ്റ്റ് വരുന്നതായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ, റിസർച്ച് ആൻഡ് സപ്പോർട്ട് ഏരിയയിൽ, മാർക്കറ്റിംഗ് ഏരിയയിൽ കോസ്റ്റ് വരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ കോസ്റ്റ് സെന്ററിനെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ, സർവീസ് കോസ്റ്റ് സെന്റർ, ആൻസിലറി കോസ്റ്റ് സെന്റർ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് സെന്റർ, റിസർച്ച് ആൻഡ് സപ്പോർട്ട് സെന്റർ, മാർക്കറ്റിംഗ് സെന്റർ എന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സെന്റർ ആണ് പ്രോഫിറ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ കഴിഞ്ഞ അടുത്തതാണ് പ്രോഫിറ്റ് സെന്റർ. അതായത് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിന് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. ഇൻപുട്ടിലായിരിക്കും നമ്മൾ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് റവന്യൂ ഏൺ ചെയ്യുന്നത്. ഇങ്ങനെ റവന്യൂവും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സെന്ററുകളിലെ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് റവന്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആ റവന്യൂ കിട്ടുന്ന ആ സെന്ററിനെ മാത്രം പറയുന്നതാണ് പ്രോഫിറ്റ് സെന്റർ. ഒരു പ്രോഫിറ്റ് സെന്ററിന്റെ മാനേജറുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ബേസിലായിരിക്കും. എത്രമാത്രം മാർജിൻ കിട്ടുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കൺട്രോളബിൾ പ്രോഫിറ്റ് എത്രയുണ്ട്, ഇൻകം ബിഫോർ ടാക്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയുണ്ട്, ഇൻകം ആഫ്റ്റർ ടാക്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയുണ്ട് നോക്കിയിട്ടായിരിക്കും ഒരു മാനേജറുടെ, പ്രോഫിറ്റ് സെന്ററിലുള്ള മാനേജറുടെ പെർഫോമൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുക. ഇനി പ്രോഫിറ്റ് സെന്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഓർഗനൈസേഷൻ നല്ലതായിരിക്കും. അതൊക്കെ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിവിഷൻ മാനേജേഴ്സ് നല്ലതായിരിക്കും. ഇന്റേണൽ ട്രാൻസ്ഫേഴ്സ് നല്ലതായിരിക്കും. ഡെഫിനറ്റ് മെഷർ ഓഫ് പെർഫോമൻസ് ഈസ് അവൈലബിൾ നല്ലതായിരിക്കും. പ്രോഫിറ്റ് സെന്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മാനേജേഴ്സിനെ എൻകറേജ് ചെയ്യുന്നു. പ്രോഫിറ്റ് സെന്ററിൽ അവര് ടോപ്പ് മാനേജ്മെന്റിൽ എത്രമാത്രം നമുക്ക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, മറ്റുള്ളതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള എൻകറേജ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് മേ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻസ്. മാനേജേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എക്സിക്യൂട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് ആണോ അവരെടുക്കുന്നത്, അങ്ങനെയുള്ള ഡിസിഷൻസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മാനേജ്മെന്റിനെ. ടോപ്പ് മാനേജ്മെന്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ടൈം സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. പ്രോഫിറ്റ് കോൺഷ്യസ്നെസ് എൻ്റെ ഡിവിഷൻ ഓർഗനൈസേഷനിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇറ്റ് പ്രൊമോട്ട്സ് കോമ്പറ്റീഷൻ എമംഗ് മാനേജേഴ്സ് ഓഫ് വേരിയസ് പ്രോഫിറ്റ് സെന്റേഴ്സ് ആൻഡ് ഇംപ്രൂവ്സ് ദെയർ പെർഫോമൻസ്. അതുപോലെ തന്നെ ഡിവിഷണൽ മാനേജേഴ്സിന്റെ ട്രെയിനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രോഫിറ്റ് സെന്റേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് മെനി അഡ്വാൻറ്റേജസ്, നമുക്ക് പ്രോഫിറ്റ് സെന്റേഴ്സിന് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ധാരാളം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ലോസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് കൺട്രോൾ ഓവർ ഡിഫറെന്റ് ഡിവിഷൻസ്. പല സെന്റേഴ്സിലെ പല മാനേജേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടോപ്പ് മാനേജ്മെന്റിന് ആ ഏരിയയിലുള്ള കൺട്രോൾ ഒക്കെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിവിഷണൽ ലെവലിൽ ടോപ്പ് മാനേജ്മെന്റിന്റെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഫോൾട്ടി ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ട്രാൻസ്ഫർ പ്രൈസിങ് പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരിക്കും.
ഇതാണ് പ്രോഫിറ്റ് സെന്ററിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും. ഇനി അടുത്ത സെന്ററാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി സെഗ്മെന്റ് ഇൻ വിച്ച് എ മാനേജർ ക്യാൻ കൺട്രോൾ നോട്ട് ഓൺലി റവന്യൂ ആൻഡ് കോസ്റ്റ് ബട്ട് ഓൾസോ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കിടെ ഇൻപുട്ട് എത്രയാണ്, ഔട്ട്പുട്ട് എത്രയാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, അത് മാത്രം നമ്മൾ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് എടുത്താൽ പോരാ, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഏരിയയ്ക്ക് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ദ പെർഫോമൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ക്യാൻ ബി മെഷേർഡ് ബൈ റിലേറ്റീവ് പ്രോഫിറ്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ബേസിന്റെ ഇതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റബിലിറ്റി നോക്കാം. അതായത് ഇതിൽ വരുന്നതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് എത്രമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആകുന്നുണ്ടോ, ഇക്കോണമിക് വാല്യൂ ആഡഡ് ആകുന്നുണ്ടോ, അതുപോലെ അതൊക്കെ നോക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്ററിൽ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുന്നത്. ഇനി അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു, ഒരു കൺട്രോൾ ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേരിയസ് സെന്റേഴ്സിൽ ഇൻചാർജ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിന്റെ പെർഫോമൻസ് ആയിരിക്കും ഇതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, അതനുസരിച്ച് അവർ അറ്റൈൻ ചെയ്യുന്നുണ്ടോ നോക്കുന്നതാണ്. സാധാരണയായിട്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ മാനേജേഴ്സിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് കാരണം അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അവരുടെ പെർഫോമൻസ് വളരെ ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സബോർഡിനേറ്റ്സിന് അവരുടെ വർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവരെങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻപുട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം കോസ്റ്റ് പ്ലാനിങ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ചാപ്റ്റർ ഇത് കഴിഞ്ഞു. ഇത് കുഞ്ഞു കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് കഴിഞ്ഞു. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തായാലും ഇതിന്ന് തിയറി ചോദിക്കാനായിട്ട് പറ്റുന്ന സ്ഥലമാണ്. അപ്പം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.